ഗൈസ് ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ടെറസിൻ്റെ മുകളിൽ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് നിൽക്കുക. പുറത്താണെങ്കിൽ ഭയങ്കര പട്ടി കുരയ്ക്കണം. എന്താ ചെയ്യലേ? നോക്ക് ഗൈസ്, വെയിൽ കൊണ്ടിട്ടേ ഭയങ്കര ടൈം അടിച്ചു. ഞാൻ എപ്പോഴും ഹാഫ് സ്ലീവ് ടീഷർട്ടൊക്കെ ഇട്ടിട്ടാണ് പോവാറ്. നോക്ക്, നല്ല ഡിഫറൻസില്ലേ എന്തായാലും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, കുറേ പേരുണ്ട് കേട്ടോ. അതായത് ഈ വെറുതെ ഇരുന്ന് ഫോൺ നോക്കുക, അതായത് വീഡിയോസും എല്ലാം കാണും, എന്നിട്ട് നിനക്കൊന്നും വേറെ പണിയില്ലേടാ, വല്ല പണിക്കും പോടാന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ഇടുക. എന്നിട്ട് ഈ എന്താ പറയുക, ഈ പറയണവരില്ലേ, അവരാണ് ഒരു പണിക്കും പോകാതെ വെറുതെ വീട്ടുകാർ തന്നത് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അല്ലേ? അല്ലേ? നിങ്ങൾ പറ. അങ്ങനെ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റർ അവൻ വീഡിയോ ഷൂട്ട് ചെയ്ത്, അത് ഓൺ വോയിസ് ആണെങ്കിലും അല്ലെങ്കിൽ ഏത് ടൈപ്പ് വീഡിയോ ആണെങ്കിലും ആ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ പിന്നാലെ ഒരുപാട് എഫേർട്ട് ഉണ്ട്. അതായത് അത് എഡിറ്റ് ചെയ്യണം, എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ഹാഷ്ടാഗ്, തംബ്നെയിൽ, അങ്ങനെ ഒരുപാട് പരിപാടികൾ. ഇതിന് പുറമെ അത് ഇട്ട് കഴിഞ്ഞാൽ ഓഡിയൻസിൻ്റെ റെസ്പോൺസ്, ഈ പറഞ്ഞ പോലെ കുറേ അലവലാദികൾ ഒരു പണിയില്ലാണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ എന്ത് കമൻ്റ് ഇടും, അതുവിടെ. ഇതല്ലാതെ ഇത് കുറച്ച് പേര് കാണുമല്ലോ, അപ്പോൾ നാട്ടുകാർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് ഫസ്റ്റ് എനിക്കുണ്ടായിരുന്നു കേട്ടോ. കാരണം മെയിൻ പ്രശ്നം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്, ഇതേപോലെ തന്നെ നല്ലൊരു ക്യാമറ ഇല്ല, നല്ലൊരു ഓഡിയോ കൊണ്ടുവരണം. ഇപ്പം ഞാനും സംസാരിക്കണം, അതായത് പട്ടിക്ക് കൊടുക്കണമെന്ന് അറിയില്ല, അങ്ങനത്തെ അവസ്ഥയിലിരിക്കണം. ഈ ഒരു സിറ്റുവേഷനിൽ ആ ഒരു നല്ല ക്വാളിറ്റിയുള്ള ഓഡിയോ നിങ്ങൾക്ക് കിട്ടണം, എന്നാലും നിങ്ങൾക്ക് നമ്മൾ പറയുന്ന കാര്യം മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ, ഇപ്പോൾ ഞാൻ ബ്ലറായിട്ടൊരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. നല്ല അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ഒരു വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്കത് കിട്ടുള്ളൂ. അപ്പം അതൊരു പ്രശ്നം. പിന്നെ ഇത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോ കൂടെ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ട് ആൾക്കാർ എന്തൊക്കെ പറയും, കളിയാക്കുക കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ. ഇതൊക്കെ സഹിച്ചിട്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഒരു പടിയിലായിട്ട് വെറുതെ വീട്ടിൽ ബെഡിലിരുന്ന് ഇങ്ങനെ നോണ്ടി ഓരോ കമൻ്റ് ഇടും. അതായത് ശരിയാണ്, കുറേ കോമാളികളുണ്ട്. ഇപ്പോൾ ഈ അലൻ ജോസ് പെരേര, ശരിയാ, പുള്ളിക്കാരനെന്ന് പറയുന്നത് അതുപോലത്തെ കുറേ പേരുണ്ട് കേട്ടോ. വെറുതെ ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞത് കേട്ട് ഇങ്ങനെ പൊക്കി ഓരോ സാധനങ്ങൾ ചെയ്ത് മണ്ടന്മാരാണ്. പക്ഷെ ഇതുപോലെ അവരെയും കൂടെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ എയറിൽ കയറ്റാൻ ഒരുപാട് പേരുള്ളതുകൊണ്ട് അവരങ്ങനെ പോകുന്നു. അതേസമയം നല്ല ടാലൻ്റ് ഉള്ള ആൾക്കാരുണ്ട്. എൻ്റെ കാര്യം വിട്, ഞാൻ ഈ കാര്യമില്ല. ഓക്കെ, അപ്പോൾ നല്ല എന്താ പറയുക, എഫേർട്ട് ഇട്ട് ഇതെന്നെ പാഷനായി കൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നെ പോലെ. അവർ ശരിയാണ്, വേറെ ഒരുപാട് ജോലി ചെയ്യുന്നവരുണ്ടാവും, സ്കൂളിൽ പോകുന്ന പിള്ളേരുണ്ട്, അങ്ങനെ വീട്ടമ്മമാർ, എല്ലാ ടൈപ്പ് ആൾക്കാരും ഈ പറഞ്ഞ പോലെ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അവർക്കതൊരു പാഷനാണ്. അവർ ഈ പറഞ്ഞ പോലെ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അവരെ ഒന്നും സപ്പോർട്ട് ചെയ്യില്ല. ഇതിനു വേണ്ടി കിടക്കൊക്കെ എടുത്ത് നടക്കുന്ന കുറേ ഊളകൾ മാത്രം നമ്മൾ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും അങ്ങനെയൊന്നുമല്ല, എല്ലാവരും നല്ലതാണ് നല്ലതെന്ന് പറയുന്ന ആൾക്കാരാണ്. പക്ഷെ കൂടുതലും നെഗറ്റീവ്സ് സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു കുഞ്ഞ് നെഗറ്റീവ് കമൻറ്റ് മതി നമുക്ക് ഫുൾ ഡെസ്പാവാൻ. നല്ല കഴിവുള്ള ആൾക്കാരായിരിക്കും, അവർ ഈ ഒരു ചെറിയൊരു കാര്യത്തിൽ അതങ്ങോട്ട് നിർത്തിയിട്ട് പോകും. ആർക്ക് പോയി. പിന്നെ അത്യാവശ്യം തൊലിക്കെട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളവർ പിന്നെയും പിടിച്ച് നിൽക്കും, പറയുന്നവർ പറയട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റ്. പക്ഷെ എല്ലാവരും അങ്ങനെയല്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇഷ്ടപ്പെട്ടാൽ നമ്മളിടുന്ന കണ്ടൻസ്, നമ്മളിടുന്നല്ല ആൾക്കാരിടുന്നതിൽ നല്ലത് കണ്ടാൽ നല്ലതെന്ന് തന്നെ പറയും. മാക്സിമം അവർ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.